गुरवे गौरचन्द्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः. कृष्णाय वासुदेवाय ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തർക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഇന്നലെ 13-ാമത്തെ അധ്യായം, ഇന്നലെയും മിനിഞ്ഞാന്നുമായി 13-ാമത്തെ അധ്യായം പഠിച്ചു വരുന്നു. അപ്പോൾ ശ്ലോകം 19 അല്ലെ അവസാനം നോക്കിയത്? അതെ, അതോ 20? 19 വരെ നമ്മൾ പഠിച്ചു. 20-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് നോക്കുന്നു. ഇന്നലെ 18-ാമത്തെ ശ്ലോകം മുതൽ വിദുരര് ധൃതരാഷ്ട്രരെ ഉപദേശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 18-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, നിർഗമ്യതാം ശീഘ്രം. ഉടനെ തന്നെ രാജൻ എന്ന് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നു, ഇൻഡയറക്റ്റ് ആയി. അതായത് ഇപ്പോഴും ആ രാജ്യത്തോടും ആ സ്ഥാനത്തോടും ആ ഒരു അറ്റാച്ച്മെന്റ് അങ്ങൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇൻഡയറക്ട്ലി രാജൻ എന്ന് വിളിക്കുന്നത്. പറയുന്നു, ആക്ച്വലി രാജൻ ശരിക്കും അദ്ദേഹമല്ല, യുധിഷ്ഠിര മഹാരാജാവാണ്. എന്നാലും ഒരു സർക്കാസത്തിലൂടെ പറയുന്നു. കാര്യം അദ്ദേഹത്തിന്റെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടാണ്. നിർഗമ്യതാം ശീഘ്രം, ഉടനെ തന്നെ, പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോവൂ എന്നാണ് പറയുന്നത്. പശ്യേതം ഭയമാഗതം, ഭയം വരുന്നു. ഭയം എന്ന് പറയുന്നത് സമയത്തെ ഇവിടെ ഭയമായിട്ട് പറയുന്നു. കാര്യം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു, സമയം എങ്ങനെയാണ് അല്ലാത്തവരെ അല്ലെങ്കിൽ സാധാരണ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ധൃതരാഷ്ട്രരോട് പറയുന്നു, ഇനി സമയം പാഴാക്കാനില്ല, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടൂ എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഉപേക്ഷിച്ച് ഭഗവത് സാക്ഷാത്കാരത്തിന്റെ മാർഗം സ്വീകരിച്ച് ഇവിടെ നിന്ന് പോവൂ എന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം 19-ാമത്തെ ശ്ലോകത്തിൽ മരണത്തെക്കുറിച്ച് പറയുന്നു. മരണം ആർക്കും ചെറുത്ത് നിൽക്കാൻ അല്ലെങ്കിൽ മരണത്തെ തടയുവാൻ ആർക്കും സാധിക്കില്ല. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ നേരിട്ട് കാലം അല്ലെങ്കിൽ സമയമായിട്ട് വരുവാണ് ചെയ്യുന്നത്. പ്രതിക്രിയാനയസ്യേഹ കുതശ്ചിത് കർഹിചിത് പ്രഭു സ ഏഷ ഭഗവാൻ കാല സർവേഷാം ന സമാഗതഃ. നമുക്കറിയാം, എല്ലാവരും മരിക്കുന്നു. സമയമാവുമ്പോൾ എല്ലാവരും മരിക്കുന്നുണ്ട്. എന്നാൽ മരണം നടക്കുന്നത് പല രീതിയിലാണെന്ന് മാത്രം. ഭക്തരുടെ മരണവും ഭൗതികവാദികളുടെ മരണവും കർമ്മികളുടെ മരണവും എല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട്. ഭക്തർ മരിച്ചു കഴിഞ്ഞാൽ അവര് ഒന്നില്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്കാണ് നേരിട്ട് പോകുന്നത്, അല്ലെങ്കിൽ വേറൊരു നല്ല സ്ഥലത്തേക്ക് അവിടെ അവർക്ക് ഭക്തിയുത സേവനങ്ങൾ നല്ല രീതിയിൽ ചെയ്യുവാനുള്ള ഒരു അവസരം കിട്ടുന്ന സ്ഥലത്തേക്ക് ഭഗവാൻ പറഞ്ഞയക്കുന്നു. അല്ലാത്തവരുടെ കാര്യം കർമ്മം അനുസരിച്ചിട്ടാണ് പിന്നീട് അവരുടെ ഫ്യൂച്ചർ. അല്ലാത്തവരുടെ എന്ന് പറഞ്ഞാൽ ഭക്തിയിൽ ഇല്ലാത്തവരുടെ കാര്യം കർമ്മം അനുസരിച്ച് എന്താണോ അവരുടെ ചിന്താഗതി, എന്താണോ അവരുടെ മനസ്സിലുള്ളത്, എന്തൊക്കെ ആഗ്രഹങ്ങളാണോ അവർക്കുള്ളത്, അതനുസരിച്ചിട്ടാണ് പിന്നീട് ശരീരം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും മരണം എന്ന് പറയുന്നത് ഒരു ഭയം തന്നെയാണ്. എന്നാൽ ഭക്തരെ സംബന്ധിച്ച് മരണം ഭയമല്ല, മറിച്ച് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുവാനും ഭഗവാന്റെ അടുത്തോട്ട് പോവാനുള്ള ഒരു അവസരമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇനി 20-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും വിദുരർ പറയുന്നു, സമയത്തിന്റെ ശക്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. യേന ചൈവാഭിപന്നോയം പ്രാണേ പ്രിയാതമേർ അപി ജനസദ്യോ വിയുജ്യേത കിം ഉതാന്യേർ ധനാദിഭിഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ പ്രഭുജി? ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 20. യേന ചൈവാഭിപന്നോയം പ്രാണൈ പ്രിയതമൈരഭി ജനസദ്യോ വിയുജ്യേത കിം ഉദാനൈർധനാദിഭിഃ. വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്.
പരമമായ കാലത്തിന്റെ സ്വാധീനത്തിലുള്ള ആരായാലും അയാൾക്ക് അത്യന്തം പ്രിയപ്പെട്ട പ്രാണൻ പരിത്യാഗം ചെയ്തേ മതിയാകൂ എന്നിരിക്കെ മറ്റു വിഷയങ്ങളായ സമ്പത്ത്, യശസ്, മക്കൾ, ഭൂസ്വത്ത്, ഭവനം എന്നിവയെക്കുറിച്ച് എടുത്തു പറയേണ്ടതായിട്ടുണ്ടോ? ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. കാലം, സമയത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുന്നു. കാലം എന്ന് പറയുന്നത്, കാലത്തിന്റെ ആ ഒരു പ്രഭാവത്തെ ആർക്കും ചേർത്ത് നിൽക്കാൻ സാധിക്കില്ല. എല്ലാവരും കാലത്തിന്റെ മുമ്പിൽ ശരണം അല്ലെങ്കിൽ മുട്ടുകുത്തേണ്ടി വരും ഒരു ദിവസം എന്നുള്ളതാണ് പറയുന്നത്. കാര്യം ഇവിടെ ശ്ലോകത്തിൽ പറയുന്നു, അവനവന്റെ ജീവിതം കാലത്തിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടി വരും. അങ്ങനെയാവുന്ന ആ സ്ഥിതിക്ക് പിന്നെ ധനം, മാനം, സ്ഥാനം, കുട്ടികൾ, വീട്, കുടുംബാംഗങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? കാര്യം എന്തായാലും അതെല്ലാം ത്യജിക്കേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും. സ്വന്തം ജീവൻ, സ്വന്തം ശരീരം കാലത്തിന് മുമ്പിൽ സമർപ്പിക്കേണ്ടി വരും. പിന്നെയാണോ മറ്റുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇപ്പോൾ വിതുരർ പറയുന്നത് വേറൊന്നുമല്ല, ബാക്കിയെല്ലാം ഉള്ളത് ഉപേക്ഷിച്ച് വേഗം കാര്യത്തിലേക്ക് കടക്കൂ എന്നാണ് പറയുന്നത്. ശ്രീല പ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഒരു ഇന്ത്യയിലുള്ള ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണമായി പറയുന്നു. അദ്ദേഹം ഒരുപാട് വലിയ വലിയ പ്ലാനുകളൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷെ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ബിസിനസ് എല്ലാം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരുപാട് പ്ലാൻ എല്ലാം ഉണ്ടാക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ സമയം വന്ന് ഒരിക്കൽ അതായത് മരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്നു. അതായത് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ മരണം വരികയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. പ്രഭുപാജി പറയുന്നതിന്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തൊക്കെ വലിയ പ്ലാൻ ഉണ്ടാക്കിയാലും, വലിയ വലിയ പ്ലാനുകളൊക്കെ ഉണ്ടാക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, അതാണ് ഇതാണ്, ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഭക്തിയിൽ മുന്നോട്ട് പോകാനുള്ളതോ ആത്മീയ കാര്യങ്ങളിലുള്ള പ്ലാനിങ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത പ്ലാനിങ്, ഇപ്പോൾ ഇവിടെ ഉദാഹരണം പറഞ്ഞിട്ടുള്ളതുപോലെ കർമ്മി അല്ലെങ്കിൽ ഭൗതിക തലത്തിലുള്ള ഭൗതികതയിൽ പൂർണ്ണമായി മുങ്ങി നിൽക്കുന്ന ആളുകളുടെ പ്ലാനുകളെ കുറിച്ചാണ് പറയുന്നത്. അതെല്ലാം വിഫലമാവും, ഒരു ദിവസം നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്ന സമയത്ത് അവര് പോലും അറിയുന്നില്ല, അവസാന നിമിഷം വരെ പ്ലാൻ ചെയ്യുന്നു, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ആ മരണസമയത്ത് അവരുടെ ആഗ്രഹവും എല്ലാം തന്നെ അതിനൊന്നും ഫലമില്ലാതെ ആവുന്നു, അല്ലെ? പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നം അവർക്കാണ് ഉള്ളത്. കാര്യം എന്താണോ ആഗ്രഹം അവരുടെ ഉള്ളിൽ ബാക്കിയുള്ളത്, അതിനുവേണ്ടി പിന്നെ വീണ്ടും ജനിക്കേണ്ടി വരും. മനുഷ്യനായിട്ടോ മൃഗമായിട്ടോ എന്താണെങ്കിലും ആ ആഗ്രഹം എന്താണോ അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇതെല്ലാം പ്രഭുപാജി ഇവിടെ പറയുന്നു. അതുകൊണ്ട് ശ്രീല പ്രഭുപാജി കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുന്നു, ഈ ലോകത്തുള്ള ആർക്കും തന്നെ ഈ സമയം എന്ന് പറയുന്നതിനെ അതിജീവിക്കാൻ സാധിക്കില്ല. സമയത്തിന്റെ മുമ്പിൽ കീഴ്പ്പെടേണ്ടി വരും ഒരു ദിവസം എന്നുള്ളതാണ് പറയുന്നത്. 21. പിതൃഭ്രാതൃ സുഹൃത്പുത്ര ഹതാസ്തേ വികതം വയം ആത്മജരയാ ഗ്രസ്ത പരഗേഹം ഉപാസസേ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. പിതൃഭ്രാതൃ സുഹൃത്പുത്ര ഹതാസ്തേ വിഗതം വയം ആത്മാച്ച ജരയാ ഗ്രസ്ത പരഗേഹമുപാസസേ. വിവർത്തനം. അങ്ങയുടെ പിതാവും ഭ്രാതാവും സുഹൃത്തുക്കളും പുത്രന്മാരുമൊക്കെ മരണമടഞ്ഞ് ഇഹലോകവാസം വെടിഞ്ഞു കഴിഞ്ഞു. അങ്ങയും ജീവിതത്തിന്റെ ഏറിയ ഭാഗവും ചിലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ശരീരം ഇപ്പോൾ ദുർബലമായി തീർന്നിരിക്കുന്നു. മാത്രവുമല്ല, അങ്ങ് വസിക്കുന്നതും മറ്റൊരാളുടെ കൊട്ടാരത്തിലാകുന്നു. ഹരേ കൃഷ്ണ. വിതുരര് എങ്ങനെ ഇതെല്ലാം ഉപേക്ഷിക്കണം, എങ്ങനെ വിരക്തി നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകങ്ങളിലൂടെ പറയുന്നു. ഇവിടെ എല്ലാ ബന്ധുജനങ്ങളും മരിച്ചു. അങ്ങയുടെ ധൃതരാഷ്ട്രോട് പറയുവാണ്, അങ്ങയുടെ അച്ഛൻ, സഹോദരങ്ങൾ, അതേപോലെ തന്നെ മക്കൾ, മറ്റുള്ള ആളുകളൊക്കെ, ബന്ധുജനങ്ങളും എല്ലാവരും മരിച്ചു. അങ്ങയുടെ ശരീരവും ഇപ്പോൾ പ്രായമായി, വയസ്സായി. അങ്ങേക്ക് വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ അവയവങ്ങളും ഓരോ ഇന്ദ്രിയങ്ങളും നടക്കാതെയാവും, വർക്ക് ചെയ്യാതെയാവും, അല്ലെ? ആ ഒരു അവസ്ഥയിലാണ് അങ്ങിരിക്കുന്നത്. മാത്രമല്ല,
അങ്ങിപ്പോൾ താമസിക്കുന്നത് വേറെ ഒരാളുടെ വീട്ടിലാണ്. എല്ലാം കൊണ്ടും പ്രശ്നമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അങ്ങ് ഓർക്കണം എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ശില പ്രഭുപാദി ഭാവാർത്ഥത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രാജാവിന്റെ അല്ലെങ്കിൽ അതായത് ധൃതരാഷ്ട്രരുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. ധൃതരാഷ്ട്രരുടെ അദ്ദേഹത്തിന്റെ അച്ഛൻ വിചിത്രവീര്യനെ കുറിച്ച് ആണ് ഇവിടെ. അച്ഛൻ ഒരുപാട് വർഷങ്ങൾ മുമ്പ് മരിക്കുന്നു. സഹോദരങ്ങളും എല്ലാവരും പോയി. വിതുരരുണ്ട് ബാക്കി. പിന്നെ ഭീഷ്മ പിതാമഹനും വിട്ടുപോയി. പിന്നെ പിന്നീടുള്ള ദ്രോണാചാര്യര്, കർണൻ, അവരെല്ലാവരും പോകുന്നു. മക്കള് പിന്നെ പറയണ്ട, 100 മക്കളും എല്ലാവരും അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ മരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ഇപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന്റെ കൂടെ, യുധിഷ്ഠിര മഹാരാജാവിന്റെ കാരുണ്യത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് വളരെ വളരെ നല്ല അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തനായതുകൊണ്ട് അദ്ദേഹം സ്വന്തം അച്ഛനെ പോലെ ധൃതരാഷ്ട്രയെ നോക്കുന്നു. പക്ഷെ നാണമില്ലാതെ ധൃതരാഷ്ട്ര അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ശില പ്രഭുപാദ് പറയുന്നു, നമ്മൾ എല്ലാവരും ഓരോരുത്തരും അവനവന്റെ ഡ്യൂട്ടി, അവനവൻ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ആ കാര്യങ്ങളും ഡ്യൂട്ടീസ് എല്ലാം നമ്മൾ ഭഗവാൻ എങ്ങനെ ആഗ്രഹിക്കുന്നു അതനുസരിച്ച് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പ്രഭുപാദോട് പറയുന്നത്, ഒരു സുഹൃത്തോ ഒരു കുട്ടിയോ അച്ഛനോ സഹോദരനോ രാജ്യമോ അല്ലെങ്കിൽ നമ്മുടെ വീടോ ഒന്നിനും തന്നെ നമ്മളെ സംരക്ഷിക്കാൻ സാധിക്കില്ല. അതായത് ഭഗവാന്റെ സംരക്ഷണമാണ് ഏറ്റവും വലിയ സംരക്ഷണം. ബാക്കിയുള്ളത് ഒന്നും തന്നെ നമ്മുടെ കൂടെ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു, ആളുകൾ വിചാരിക്കുന്നു ഒരുപാട് പൈസയുണ്ടെങ്കിൽ, വലിയ വീടുണ്ടെങ്കിൽ, ഒരുപാട് വേലക്കാരുണ്ടെങ്കിൽ, ഒരുപാട് സഹായിക്കാൻ മറ്റുള്ള ആളുകളുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് രക്ഷയുണ്ട് എന്നുള്ളത്. രക്ഷ എന്ന് പറഞ്ഞാൽ ശാശ്വതകാലം ഇവിടെ സന്തോഷമായിട്ടിരിക്കാം എന്നുള്ളത്. എന്നാൽ ഇല്ല, അതൊന്നും നടക്കണ കാര്യമല്ല. ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ നമ്മളെ രക്ഷിക്കാൻ. ഒരേ ഒരു ശരണം മാത്രമേ ഉള്ളൂ, അത് ഭഗവാൻ മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മൾ ഒരു ദിവസം ഉപേക്ഷിക്കേണ്ടതാണ്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാനെ മുറുക്കെ പിടിക്കുക എന്നുള്ളതാണ്. രക്ഷിഷ്യതേ വിശ്വാസവും, ആ വിശ്വാസം നമുക്ക് വേണം. ഭഗവാൻ മാത്രമേ ഉള്ളൂ, ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാൻ മാത്രമാണ് എന്റെ രക്ഷകൻ എന്നുള്ള വിശ്വാസം. ഏത് സാഹചര്യത്തിലും എന്തൊക്കെ സംഭവിച്ചാലും. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രക്ഷ എന്ന് പറയുമ്പോൾ ഈ ശരീരത്തെ രക്ഷിക്കുന്ന കാര്യം മാത്രമല്ല പറയുന്നത്, നമ്മുടെ അവബോധത്തെ രക്ഷിക്കുക, ആത്മീയമായിട്ടുള്ള സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മൾ സംരക്ഷിക്കുക. അതാണ് പ്രൊട്ടക്ഷൻ, റിയൽ ആയിട്ടുള്ള ശരിയായിട്ടുള്ള സംരക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ള സംരക്ഷണം നമ്മൾ വിചാരിക്കുന്ന അവര് സംരക്ഷിക്കും, ഇവര് സംരക്ഷിക്കും, പൈസ സംരക്ഷിക്കും, ബാങ്ക് ബാലൻസ്, ഇതെല്ലാം ഒന്നും നമ്മുടെ കൂടെ ഉണ്ടാവാൻ പോകുന്നില്ല. കൃഷ്ണോ രക്ഷതുനോ ജഗത്രയ ഗുരുവും കൃഷ്ണം നമധ്വം സദാ. ഭഗവാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. കൃഷ്ണോ രക്ഷതുനോ ജഗത്രയ ഗുരു കൃഷ്ണം നമധ്വം സദാ. കൃഷ്ണേനാഖില ശത്രവോ വിനിഹത കൃഷ്ണായ തസ്മൈ നമഃ. കൃഷ്ണാദേവ സമുത്തിതം ജഗതിതം കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ തിഷ്ഠതി വിശ്വമേതതഖിലം. ഹേ കൃഷ്ണ രക്ഷസ്വ മാം. ഹേ കൃഷ്ണ, ഓ കൃഷ്ണ, രക്ഷസ്വ മാം, രക്ഷിച്ചാലോ. ഭക്തരുടെ പ്രാർത്ഥനയാണ്. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധു കന്യാപതേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്ര കരുണ പാരീണ ഹേ മാധവ. ഹേ രാമാനുജ ഹേ ജഗത്രയ ഗുരു ഹേ പുണ്ടരീകാക്ഷ മാം. ഹേ ഗോപീ ജനനാദ പാലയ പരം ജാനാമി ന ത്വാം വിന. ഹേ ഗോപാൽ, ഹേ ഗോപാലക, കൃപാ, ഹേ കൃപാജലനിധേ, ഹേ സിന്ധു കന്യാപതേ. ഭഗവാനെ വിളിക്കുകയാണ്. ഓരോ പേരുകൾ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നു. ഗോപാലകൻ, അതായത് ഗോപന്മാരുടെ, വ്രജവാസികളുടെ സംരക്ഷകൻ. കൃപാജലനിധേ, ഭഗവാൻ
കൃപാപാത്രമാണ്, അല്ലെങ്കിൽ കൃപയുടെ മഹാസാഗരമാണ്. ഹേ കംസാന്തക, കംസനെ നിഗ്രഹിച്ചിട്ടുള്ള, ഹേ ഗജേന്ദ്ര കരുണ, ഗജേന്ദ്രന് കരുണ കൊടുത്തിട്ടുള്ള, ഹേ രാമാനുജ, ബലരാമന്റെ അനുജൻ, ഹേ ജഗത്രയ ഗുരു, മൂന്ന് ലോകങ്ങളുടെയും ഗുരു, ജഗത് ഗുരുവാണ് ഭഗവാൻ. ഇന്ന് ശ്രീ ഗുരു പൂർണിമയാണ്. എല്ലാ ഗുരുജനങ്ങളുടെയും പാദങ്ങളിൽ നമ്മൾ നമസ്കരിക്കുന്നു. ഗുരുജനങ്ങളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭക്തിമാർഗത്തിൽ. അവരുടെ അനുഗ്രഹമാണ്, ഗുരുപരമ്പരയുടെ അനുഗ്രഹമാണ് നമ്മുടെ എല്ലാ ശക്തിയും. ഭഗവാൻ, ഗുരുജനങ്ങൾ, ഭഗവാന്റെ കാരുണ്യം ഗുരുജനങ്ങളിലൂടെ വരുന്നു. അതേപോലെ പല സമയങ്ങളിലും ഭഗവാൻ പൂർണ്ണമായിട്ടും ഈ ഗുരുജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഗുരുജനങ്ങളാണ്. അപ്പോൾ ഗുരു കൃഷ്ണ പ്രസാദേ പായ് ഭക്തി ലതാ ബീജ്. ഭഗവാന്റെ കൃപ കൊണ്ട് ശ്രീ ഗുരു, ഒരു ഗുരുവോ, അതായത് ദീക്ഷാഗുരു, ശിക്ഷാഗുരുക്കളും അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. പിന്നെ അവരാണ് നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ജഗത് ഗുരുവായിട്ട് ഭഗവാനെയാണ് നമ്മളെപ്പോഴും പറയുന്നത്. ജഗത്രയ ഗുരു, മൂന്ന് ലോകങ്ങളിലെയും ഗുരു. ഹേ രാമാനുജ ഹേ ജഗത്രയ ഗുരു, ഹേ പുണ്ടരീകാക്ഷമാം, പുണ്ടരീകാക്ഷ ഭഗവാൻ. ഹേ ഗോപീജനനാഥ പാലയ പരം. ഗോപീജന, ഗോപികമാരുടെ നാഥ, ഗോപികമാരുടെ നാഥനാണ്. അവരെ പരിപാലിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ. ജാനാമിന ത്വാം വിന, അങ്ങല്ലാതെ വേറെ ഒന്നും എനിക്ക്, അല്ലെങ്കിൽ അങ്ങല്ലാതെ വേറെ ഒരു ശരണവും എനിക്കില്ല. അങ്ങാണ് ഏറ്റവും ഞാൻ അങ്ങയെ പൂർണ്ണമായും ഭഗവാനോട് പറയുന്നു, ഭഗവാനെ അങ്ങയുടെ പാദങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു, എനിക്ക് രക്ഷ അങ്ങ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വേറെ ആരുമില്ല എന്നുള്ളത്. അപ്പോൾ ഭഗവാനോട് ഭക്തരുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്. അപ്പോഴും ഒരു കാര്യം കൂടെ ഓർക്കുക, അവർ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. അവരുടെ കോൺഷ്യസ്നെസ്സിനെ, ഭക്തിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. കാര്യം ഈ പ്രാർത്ഥന, ഈ സംരക്ഷണം എന്ന് പറയുമ്പോൾ പ്രാർത്ഥന എന്താണ്? അവിസ്മൃതിത്വ ചരണാരവിന്ദേ, അവിസ്മൃതി, ഒരിക്കലും ഞാൻ അങ്ങേ മറക്കാതിരിക്കട്ടെ. മറക്കുമോ എന്നുള്ളത്, മറവിയിൽ നിന്ന് ഭഗവാനെ മറക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാമാണ് സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭാവേ ഹൃദയ ഭവനി ഭാവേയം ഭവന്തം, എല്ലാ സമയത്തും ഭഗവാനെ ഓർക്കുക. ഇതൊക്കെയാണ് രക്ഷ. അപ്പോൾ ഭഗവാനാണ് നമ്മുടെ എല്ലാം. വേറെ ആരുമില്ല, അദ്ദേഹം മാത്രമേ ഉള്ളൂ. കൃഷ്ണോ രക്ഷതു, ഭഗവാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. 22. അന്ധപുരൈവ വധിരോ മന്ദപ്രജ്ഞാശ്ച സാമ്പ്രതം വിശീർണാദന്തോ മന്ദാഗ്നി സരാഗ കപമുദ്വഹൻ. സുദേവായ അന്തപുരൈവ വധിരോ മന്ദപ്രജ്ഞാഞ്ച സാമ്പ്രതം വിശീർണദന്തോ മന്ദാഗ്നി സരാഗ കപമുദ്വഹൻ. വിവർത്തനം വൈശ്രീല പ്രഭോദരക്കിജ്. ജന്മന അന്ധനായ അങ്ങയുടെ ശ്രവണശക്തി അടുത്ത കാലത്തായി കുറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ഓർമ്മയ്ക്ക് ക്ഷയവും ബുദ്ധിക്ക് മന്ദതയും ദന്തങ്ങൾക്ക് ഇളക്കവും കരളിന് തകരാറും സംഭവിച്ചിരിക്കുന്നു. കഫം പുറത്തേക്ക് വരുന്ന വിധം അങ്ങ് ചുമയ്ക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ വിദുരർ സൂചിപ്പിക്കുന്നു, അതായത് വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ, ധൃതരാഷ്ട്രരിൽ കാണുന്ന വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങ് അതായത് ജനിച്ചപ്പോഴേ അങ്ങ് അന്ധനാണ്. ഇപ്പോൾ അങ്ങേക്ക് ചെവിയും കേൾക്കാതെയായിട്ടുണ്ട്. അങ്ങയുടെ ഓർമ്മശക്തി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പല്ലുകളെല്ലാം പോയി. അങ്ങയുടെ ആ ഒരു ദഹനശക്തിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ കഫം ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം ഇതെല്ലാം വയസ്സായതിന്റെ, വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളാണ്. എന്നിട്ടും അങ്ങ് ഇതെല്ലാം പിടിച്ചിരിക്കുകയാണോ? ഈ രാജ്യവും സ്ഥാനവും മാനവും പിടിച്ചിരിക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം. ശീല പ്രഭുപാദ് ഒന്നുകൂടെ പറയുന്നു, അതായത്
വിതുരരെ പോലുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തര്, അങ്ങനെയുള്ളവര് ധൃതരാഷ്ട്രരെ പോലെ വിഡ്ഢികളായിട്ടുള്ള ആളുകളെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെയുള്ളവരെയാണ് സാധു ജനങ്ങളെന്ന് വിളിക്കുന്നത്. അല്ലാതെ അതായത് സാധു എന്ന് ഒരാളെ വിളിക്കണമെങ്കിൽ ഈ ക്വാളിറ്റീസ്, അതായത് മറ്റുള്ളവരുടെ ക്ഷേമം, മറ്റുള്ളവരുടെ നന്മ, മറ്റുള്ളവരെ ആത്മീയ പാതയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നവരാണ് സാധു ജനങ്ങൾ. വിതുരര് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. ഇവിടെ ധൃതരാഷ്ട്രമായിട്ട് നമ്മൾ ഓരോരുത്തരെയും കമ്പയർ ചെയ്യാൻ സാധിക്കും. കാര്യം നമ്മളും ഈ അന്ധകാരത്തിലാണ് ഇരിക്കുന്നത്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ആസക്തരായി ഈ ലോകത്തിലെ, അതായത് ഭക്തിയിൽ നിന്ന്, ഭഗവാനിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കുന്നു, മാറി കാര്യങ്ങൾ ചെയ്യുന്നു, അദ്ദേഹത്തെ ഓർക്കുന്നില്ല, വേണ്ട രീതിയിൽ ആരാധിക്കുന്നില്ല, നാമം ചൊല്ലുന്നില്ല വേണ്ട രീതിയിൽ. പിന്നെ ആസക്തി ഈ ലോകത്തിലെ സാധനങ്ങളോടും ആളുകളോടും പല സംഭവങ്ങളോടും സ്ഥാനമാനങ്ങളോടും പൂജാലാഭ പ്രതിഷ്ഠ അങ്ങനെ പല സംഭവങ്ങളോടും ഉള്ള ആസക്തിയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളെ പോലുള്ള അന്ധരായിട്ടുള്ളവരാണ് ഇവിടെ ധൃതരാഷ്ട്രരെ സൂചിപ്പിക്കുന്നത്. എന്നാൽ വിതുരരെന്ന് പറയുമ്പോൾ ഭഗവാന്റെ പ്രതിനിധികളായിട്ടുള്ള ഗുരുജനങ്ങളാണ്. അങ്ങനെയുള്ള ഗുരുജനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, വരുക എന്ന് പറയുന്നത് വലിയ സൗഭാഗ്യമാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സൗഭാഗ്യത്തെ കൈവിടാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് ഓർക്കാൻ സാധിക്കുന്നത്. ഇതേപോലുള്ള അവസരങ്ങൾ ഇതിനു മുമ്പുള്ള ജന്മങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. മനുഷ്യജന്മം ഇതിനു മുമ്പും കിട്ടിയിട്ടുണ്ടാവും. ഇത് ആദ്യമായിട്ടായിരിക്കില്ല മനുഷ്യജന്മം കിട്ടുന്നത്. എപ്പോഴെങ്കിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എപ്പോഴൊക്കെയാണ്, എന്താക്കാണ്, എത്ര പ്രാവശ്യം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും മനുഷ്യജന്മം കിട്ടിയപ്പോഴൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ അത് ഉപയോഗിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വീണ്ടും ഇരിക്കില്ലായിരുന്നു, അല്ലെ? ഇപ്പൊ സാധു ജനങ്ങളുടെ കൃപയൊക്കെ ഇടയിലൊക്കെ വന്നു പോയിട്ടുണ്ടാവും. എന്നാൽ ആ കൃപ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ട്, ഈ വൈഷ്ണവരുടെയും ഗുരുജനങ്ങളുടെയും കൃപ കൊണ്ട്, പ്രഭുപാദിന്റെ മഹാകൃപ കൊണ്ട് കണ്ണ് തുറക്കുന്നു. നമ്മുടെ അന്ധകാരത്തിലിരിക്കുന്ന നമ്മുടെ കണ്ണുകൾ തുറക്കുവാണ് പ്രഭുപാദ്. അദ്ദേഹത്തിന്റെ ഭാവാർത്ഥത്തിലൂടെ ആചാര്യന്മാര്, ശില വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറും നമ്മുടെ ഗുരുപരമ്പരയുള്ള എല്ലാ ആചാര്യന്മാരും നമ്മുടെ കണ്ണുകൾ തുറക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഗുരുജനങ്ങൾ എല്ലാവരും അവരാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അന്ധകാരത്തിലിരിക്കുന്ന നമുക്ക് വെളിച്ചം പകർന്നു തരുന്നത്. ഭാഗവതം ഓൾറെഡി ഇവിടെ ഉദിച്ചിട്ട് 5000 വർഷം മുമ്പ് ഭാഗവതം വന്നു. എന്നാൽ 5000 വർഷം നമ്മൾ ഒരു കാര്യം ഓർക്കുക, 5000 വർഷത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം ഇപ്പോൾ നമ്മൾ ഇവിടെ ജീവനോടുകൂടി ഇരിക്കുന്നു. ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം നമ്മൾ ഈ 5000 വർഷത്തിന്റെ ഇടയിൽ ജനിച്ചിട്ടുണ്ടാവും? അതായത് നമ്മൾ ഇന്ന് മുതൽ പുറകോട്ട് 5000 വർഷം, ഈ ജന്മം മുതൽ പുറകോട്ട് 5000 വർഷം എടുക്കുകയാണെങ്കിൽ, കലിയുഗം മാത്രം എടുക്കുകയാണെങ്കിൽ, ഈവൻ 5000 പ്രാവശ്യം മനുഷ്യരായിട്ട് ജനിച്ചു എന്ന് തന്നെ വെക്കുക. എന്നിട്ടും അപ്പൊ ഭാഗവതം ഉണ്ടായിരുന്നു. ഭാഗവതം മിനിമം 5000 വർഷം. നമ്മൾ പറയുന്നില്ല മറ്റുള്ള യുഗങ്ങൾ അല്ലെങ്കിൽ ഭാഗവതം ശാശ്വതമായിട്ടുള്ളതാണ്, അല്ലാതെ 5000 വർഷം മുമ്പ് ആദ്യമായിട്ട് വന്നതൊന്നുമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും ഈ റീസെന്റ് ആയിട്ട് വ്യാസദേവൻ ഇതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് 5000 വർഷങ്ങൾ മുമ്പാണ്, ദ്വാപരത്തിന്റെ അവസാനം. ആ സമയം മുതൽ ഇവിടെ വരെ എത്രയോ ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ 100 വയസ്സ് ഏകദേശം കലിയുഗത്തിലെ ആളുകളുടെ ആയുസാണെങ്കിൽ, നമ്മൾ 5000-ൽ എത്ര നൂറുകളുണ്ട്? ഈ നൂറുകളിൽ എല്ലാം മനുഷ്യരായിട്ട് തന്നെ ജനിച്ചിട്ടുണ്ടെങ്കിൽ പോലും അപ്പൊ എത്രയോ പ്രാവശ്യം നമ്മൾ ജനിച്ചു. ഒരു എക്സാമ്പിൾ പറയുവാണ്, നമുക്കറിയില്ല മനുഷ്യരായിട്ടാണോ മൃഗമായിട്ടാണോ എന്താണെന്നുള്ളത്. മനുഷ്യരായിട്ടാണെങ്കിലും ആണെങ്കിൽ എന്ന് വെക്കുക, എന്നിട്ടും നമ്മുടെ കണ്ണ് തുറന്നിട്ടില്ല. അതിന്റെ അർത്ഥം ഭാഗവതം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാഗവതം ഉണ്ട് നമ്മുടെ മുമ്പിൽ എന്നുള്ളത് കൊണ്ട് കാര്യം മുഴുവനാവുന്നില്ല. ഭാഗവതം തുറക്കുന്നത്, ഭാഗവതം ഒരു ശുദ്ധഭക്തനിൽ നിന്ന് കേൾക്കുമ്പോൾ, ഒരു വരിഷ്ഠരായിട്ടുള്ള പരിശുദ്ധ ഭക്തരിൽ നിന്ന് കേൾക്കുമ്പോഴാണ് ഭാഗവതം ശരിക്കും ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇല്ലെങ്കിൽ അത് ആക്സസിബിൾ അല്ല. വ്യാസദേവൻ ഭാഗവതത്തിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഗുരുജനങ്ങളാണ്. അതാണ് ഗുരുജനങ്ങളുടെ സാധുജനങ്ങൾ. ഇവിടെ വിതുരരെ പോലുള്ള സാധുജനങ്ങളാണ്
അത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഗുരു പരമ്പരയിലുള്ള എല്ലാ ഗുരുജനങ്ങളുമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഇന്നത്തെ ഗുരു പൂർണിമ ദിവസത്തിൽ ഭഗവാന്റെ കൃപ കൊണ്ട് ഈ ഒരു സെക്ഷനൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ ഗുരുജനങ്ങളെയും നമ്മൾ ഓർക്കുന്നു. എല്ലാ ഗുരു പരമ്പരയിലുള്ള എല്ലാ ഗുരുജനങ്ങളെയും നമ്മൾ ഓർക്കുന്നു. അവരുടെ എല്ലാവരുടെയും പാദങ്ങളിൽ നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കുന്നു, നന്ദി പറയുന്നു. അവരുടെ മഹാകൃപ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഭാഗവതത്തിന് മുമ്പിൽ ഇരിക്കുന്നത്. ആഴ്ചതോറും ദിവസം തോറും നമ്മൾ ഭാഗവതം പഠിക്കുവാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൃതജ്ഞത, നന്ദി എപ്പോഴും നമുക്കുണ്ടാവണം. അവരുടെ അനുഗ്രഹം ഇനിയും വേണം, എന്നാൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വിനയത്തോടുകൂടി അവരുടെ സേവകൻ എന്നുള്ള മനോഭാവത്തോടുകൂടി, ദാസാനുദാസൻ എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഇതെല്ലാം വെളിപ്പെടും. ഭാഗവതം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്നു തരും. ഇപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും ഭാഗവതം. 23. അഹോ മഹീയസി ജന്തോർ ജീവിതാശായതാ ഭവാൻ ഭീമാപവർജിതം പിണ്ഡം ആധത്തെ ഗൃഹപാലവത്. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കൂ. അഹോ മഹീയസി ജന്തോർ ജീവിതാശായതാ ഭവാൻ ഭീമാപവർജിതം പിണ്ഡം ആദത്തെ ഗൃഹപാലവത്. വിവർത്തനം ശ്രീല പ്രഭുപാദ് ജയ്. അഹോ കഷ്ടം! ജീവിതം തുടരാനുള്ള ജീവസത്തയുടെ ആഗ്രഹം എത്ര പ്രബലമാണ്. വാസ്തവത്തിൽ ഭീമൻ തരുന്ന ഉച്ഛിഷ്ട ഭക്ഷണവും കഴിച്ച് അങ്ങ് ഒരു വീട്ടുനായയെ പോലെ ജീവിക്കുന്നു. ഹരേ കൃഷ്ണ. വിദുരർ പറയുന്നു, ആശ്ചര്യം. അതായത് ഈ ജീവിക്കുവാനുള്ള ഒരു മനുഷ്യന് ജീവിതം തുടരുവാനുള്ള ആഗ്രഹം, എത്രമാത്രം ആഗ്രഹമാണ് അവർക്കുള്ളത്. ആ ഒരു ആഗ്രഹമാണ് എല്ലാവർക്കും. എന്തിനാണ് ജീവിക്കേണ്ടത്? ജീവിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പറയും, എൻജോയ് ചെയ്യാൻ, ആസ്വദിക്കാൻ. അതാണ്. അപ്പോൾ എത്ര ജീവിച്ചാലും ആളുകൾക്ക് ആഗ്രഹം തീരുന്നില്ല. മരിക്കുക എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമല്ല, അല്ലെ? അത് വലിയൊരു പ്രശ്നമാണ് ആളുകളുടെ മുമ്പിൽ. അതാണ് വിദുരര് പറയുന്നത്. എന്നിട്ട് പറയുന്നു, അങ്ങ് ഒരു വീട്ടുനായെ പോലെ ഇവിടെ നിൽക്കുന്നു. ഭീമസേനൻ തരുന്ന അതായത് മുന്നിലെറിയുന്ന ഭീമസേനൻ യജമാനനും ധൃതരാഷ്ട്രർ ഇവിടെ ഉപമയിൽ ഒരു വീട്ടുനായെ പോലെ ഭീമസേനൻ തരുന്ന ബാക്കിയുള്ളതോ എന്ത് വേണമെങ്കിലും ആ ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നു. വീട്ടുനായെ പോലെ നിങ്ങൾ നിൽക്കുന്നു ഇവിടെ. ഇതിന്റെ വല്ല കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഭീമസേനെ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആചാര്യന്മാര് പറയുന്ന ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ധൃതരാഷ്ട്രരുടെ മുമ്പിൽ എടുത്തു പറയാനുള്ള കാരണം വേറൊന്നുമല്ല, ദുര്യോധനനും മറ്റുള്ള ഇദ്ദേഹത്തിന്റെ മക്കളെ എല്ലാവരെയും കൊല്ലുന്നത്, പ്രത്യേകിച്ചും ദുര്യോധന ദുശാസനെയും എടുത്തു പറയുകയാണെങ്കിൽ ധൃതരാഷ്ട്രരുടെ പ്രിയപ്പെട്ട പുത്രന്മാരാണ്. അവരെ ഭീമസേനന്റെ കൈകളാണ് ഭീമസേനാണ് അവരെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ധൃതരാഷ്ട്രരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നാണമാവില്ലേ എന്നുള്ളത്. ആ മക്കളെ മക്കൾ ഇല്ലാതെയായി ഭീമസേനനാണ് അവരെ അവസാനിപ്പിക്കുന്നത്. ആ ഭീമസേനന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം വാങ്ങി കഴിക്കുകയാണ്. അത് നാണമില്ലേ എന്നുള്ളതാണ് ചോദ്യം. പ്രഭുപാദി വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ധൃതരാഷ്ട്രരുടെ അന്ധതയെക്കുറിച്ചും സാധുവായിട്ടുള്ള വിദുരര് ഭഗവാന്റെ അടുത്തേക്ക്, ഇങ്ങനെയുള്ള അന്ധരായിട്ടുള്ളവര്, നമ്മളെ പോലുള്ള അന്ധരായിട്ടുള്ള ആളുകളെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അവര് എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നു. അതിനുവേണ്ടി നോക്കൂ, എത്ര ചിലപ്പോൾ ഇതേപോലെ ചീത്ത പറയുന്ന പോലെയും ആ ഒരു കുറച്ച് സ്ട്രോങ് ആയിട്ടൊക്കെ പറയേണ്ടി വരും. എന്നാലാണ് കണ്ണു തുറക്കുന്നത്. ചിലപ്പോൾ ഒരു ഗുരു ശിഷ്യനെ ചിലപ്പോൾ ഉപദേശിക്കുമ്പോൾ ചിലപ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഉപദേശമായിരിക്കും. ചിലപ്പോൾ ചീത്ത പറയും. അതായത് തെറ്റായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാതെയൊക്കെ ആവുമ്പോൾ ഗുരുവിന്റെ ആ ഒരു ശാസനയുണ്ടാവും. ആ ശാസന നല്ലതാണ് ശരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും,
എല്ലാം ഓക്കെയാണ്, നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കും. എന്നാൽ ആ ശാസനയും ഒക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ, ചീത്തൊക്കെ കിട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ് ആക്ച്വലി. അത് ഭഗവാന്റെ ഗുരുവിന്റെ ഏറ്റവും മഹാ അനുഗ്രഹമാണെന്ന് കൂട്ടാം നമുക്ക്. ഇതാണ് ശരിക്കും നമ്മളെ സംബന്ധിച്ച്. ആരെങ്കിലും അങ്ങനെ ശാസിക്കുകയാണെങ്കിൽ, ഈവൻ ഗുരു തന്നെ ചീത്ത പറയുകയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ ഈഗോ, ആ അഹങ്കാരം നമ്മളെ, അത് ഗുരു പറഞ്ഞാൽ, ഗുരു ആവട്ടെ ആര് പറഞ്ഞാലും, ആരെങ്കിലും നമ്മളെ കറക്റ്റ് ചെയ്യുന്നു, ആരെങ്കിലും നമ്മളോട് ചീത്ത പറയുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ പറയുന്നത് ഇങ്ങനെയായിരുന്നില്ല ചെയ്യേണ്ടത്, ഇങ്ങനെയായിരുന്നു എന്നുള്ള ഒരു കറക്ഷൻ നമ്മൾ മുമ്പിലേക്ക് ഫീഡ്ബാക്ക് തരുവാണെങ്കിൽ അത് വലിയൊരു ഈഗോ പ്രശ്നമായി മാറും നമുക്ക്. ജനറലി നടക്കുന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും. ആരും ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് സന്തോഷത്തോടു കൂടി, ഓ അങ്ങ് എന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് ഈ ഫീഡ്ബാക്കിലൂടെ, കാര്യം അങ്ങ് പറയുന്നതനുസരിച്ച് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് ജെന്യുവൻ ആയിട്ട് പറയുന്ന ആരും ഉണ്ടാവില്ല. എന്നാൽ പുറമെ കാണിക്കാൻ വേണ്ടി പറയും ചിലപ്പോൾ, ഓ ഒരുപാട് സന്തോഷം ഇത് എന്നെ കറക്റ്റ് ചെയ്തതിൽ എന്നുള്ളതൊക്കെ പറയുമായിരിക്കും എക്സ്റ്റേണലി. പക്ഷെ ഉള്ളിലൊരു ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം നാച്ചുറൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട പ്രശ്നങ്ങളാണ്. വിദുരര് ഇവിടെ പറയുമ്പോൾ ധൃതരാഷ്ട്രർക്ക് ഈ സമയത്ത് ധൃതരാഷ്ട്രരുടെ ഉള്ളിൽ ആക്ച്വലി അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും വരുന്നില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ആരെങ്കിലും ഫീഡ്ബാക്ക് തരുവാണെങ്കിൽ അതാണ്, ഇനി ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിലും, അപ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ആത്മീയ പാതയിലുള്ള മെച്യൂരിറ്റിയുടെ കുറവാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഫീഡ്ബാക്സ് അങ്ങനെയുള്ള അതോറിറ്റീസിൽ നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഒരു തരത്തിൽ നല്ലതാണ്. ശരിക്കും കണ്ണു തുറക്കാൻ ഉള്ളൊരു നല്ലൊരു മാർഗമാണ്. പറയുമ്പോൾ ഈവൻ ചില സമയങ്ങളിൽ നമ്മൾ ഗുരുവിന്റെ മുമ്പിൽ പോകുമ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുവാണെന്ന് വെക്കുക. ഉദാഹരണത്തിന് ഗുരു നമ്മളോട് ഒരു കാര്യം ചോദിച്ചു, നമുക്ക് ആ ഉത്തരം അറിയാം, പറയേണ്ട കാര്യം അറിയാം, പക്ഷെ മറന്നുപോയി, അല്ലെങ്കിൽ പറയാൻ സാധിക്കുന്നില്ല, എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ വേറെയും ആളുകളുടെ മുമ്പിൽ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ഗുരുവിന്റെ കൃപ കൊണ്ട് ചോദിക്കുന്നു, പക്ഷെ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. ഇതെല്ലാം നമ്മളെ ആ ഗുരുവിന്റെ മുമ്പിൽ ശരിക്കും പറയുകയാണെങ്കിൽ അത് വിനയം എന്താണെന്നുള്ളത് അങ്ങനെയുള്ള എക്സ്പീരിയൻസിലൂടെ നമ്മൾ പഠിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അവിടെയും നമ്മൾ നല്ല രീതിയിൽ ഷോ കാണിച്ചു, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഗുരു ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യും, ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അഹങ്കാരം കൂടുക ചെയ്യാം. അതാണ് വേറെ പ്രശ്നം. അതുകൊണ്ട് ഗുരു പലപ്പോഴും ഈവൻ ചില സമയങ്ങളിൽ നല്ല രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്താലും ഗുരു ചിലപ്പോൾ ഫീഡ്ബാക്ക് അങ്ങനെ പെർഫെക്റ്റ് എന്നോ അല്ലെങ്കിൽ ഗംഭീരം എന്നൊക്കെ പറയില്ല, മറിച്ച് എൻകറേജ് ചെയ്യും. എന്നാൽ അങ്ങനെ വല്ലാത്തൊരു അപ്രീസിയേഷൻ തന്നു കഴിഞ്ഞാൽ, അതും ഗുരുവിൽ നിന്നൊരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ നാച്ചുറലി അഹങ്കാരം കൂടാൻ ഒരുപാട് സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ അപ്രീസിയേഷനിലും നമ്മുടെ അഹംഭാവം കൂടുന്നു. എന്നാൽ ഗുരു നേരിട്ട് നമ്മളെ ഗ്ലോറിഫൈ ചെയ്യുകയാണെങ്കിൽ അഹംഭാവം കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ചില സമയങ്ങളിൽ നമുക്ക് മൂകനായി, നമ്മൾ ഡെലിബറേറ്റ്ലി മൂകനാവുമല്ല പറയുന്നത്, അങ്ങനെയുള്ള ഒരു അവസരം, ഹംബ്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുവാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ അത് ഒരുപാട് നമ്മുടെ ഉള്ളിലോട്ട് ആ വിനയം എന്താണെന്നുള്ളത് നമുക്കുള്ളിൽ മനസ്സിലാക്കാൻ സാധിക്കും. അറിയാവുന്ന കാര്യം പറയാതിരിക്കുകയല്ല, വിനയം കൊണ്ട് ഞാൻ പറയുന്നില്ല, അതല്ല ഉദ്ദേശിച്ചത്. റിയലി നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ വരുവാണെങ്കിൽ, റിയലി നമുക്കൊരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പിന്നീട് അതിനെക്കുറിച്ച് ചിലപ്പോൾ ആ സമയത്ത് നമ്മളെ അത് വിഷമിപ്പിക്കുമായിരിക്കാം. എനിക്ക് സാധിച്ചില്ലല്ലോ എന്നൊരു ചെറിയൊരു വിഷമം തോന്നുമായിരിക്കാം. പിന്നീട് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു അവസരമാണ് ഭഗവാൻ തന്നത്. അതായത് അഹംഭാവം പലപ്പോഴും കൂടുമ്പോൾ ഇങ്ങനെയുള്ള ഇടയ്ക്ക് ഒരു തലയിൽ ഒരു കൊട്ട് ഭഗവാൻ തരുന്നത് നല്ലതാണ്. ഇതെല്ലാം നമുക്ക് ഇവിടെ ഓർക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ധൃതരാഷ്ട്രയെ സംബന്ധിച്ച് ആദ്യമൊക്കെ ഒരുപാട് വർഷം മുമ്പ് വിദുരരെ ഉപദേശിച്ചിട്ടുണ്ട്.
അന്നൊക്കെ അദ്ദേഹം പൂർണ്ണമായും റിജക്ട് ചെയ്തു. വിതുരർ പറയുന്നൊന്നും കേട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ മനോഭാവം പതുക്കെ മാറുന്നുണ്ട്. 24 അഗ്നിർ നിഷ്ൃഷ്ടോ ദത്തശ്ച ഗരോദാരാശ്ച ദൂഷിതാഃ ഹൃതം ക്ഷേത്രം ധനം യേഷാം തദ്ദത്തേർ അസുഭിः കിയത്. ഹരേ കൃഷ്ണ പ്രഭുജി. വായിക്കട്ടെ പ്രഭുജി? വായിക്കൂ. ശ്ലോകം 24. ഓം നമോ ഭഗവതേ വാസുദേവായ. അഗ്നിർനിസൃഷ്ടോ ദത്തശ്ച ഗരോധാരാശ്ച ദൂഷിതാഃ ധൃതം ക്ഷേത്രം ധനം യേഷാം തദ്ദൈത്തരസുഭിക്കിയത്. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അഗ്നിക്കിരയാക്കിയും വിഷം നൽകിയും അങ്ങ് വധിക്കാൻ ശ്രമിച്ചവരുടെ ഔദാര്യത്താൽ ഉപജീവനം നടത്തി ഒരു അധപ്പതിച്ച ജീവിതം നയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങ് അവരുടെ പത്നിയെ അപമാനിക്കുകയും രാജ്യവും സമ്പത്തും അപഹരിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭുജി. അദ്ദേഹം പറയുന്നു, മറ്റുള്ളവരുടെ ആ ഒരു മറ്റുള്ളവരുടെ ദയയിൽ ജീവിക്കേണ്ട ആവശ്യം എന്താണ്? കാര്യം ഈ പാണ്ഡവരെ മോശമാക്കി പറയുന്നതല്ല വിതുരര്. ധൃതരാഷ്ട്രരുടെ കണ്ണു തുറക്കാൻ വേണ്ടി പറയുന്നതാണ് ഇങ്ങനെയെല്ലാം. ഇങ്ങനെ പറഞ്ഞാലേ ധൃതരാഷ്ട്രർക്ക് എന്തെങ്കിലും തലയിൽ കയറുകയുള്ളൂ. അതുകൊണ്ട് അതായത് അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ മക്കളെ കൊല്ലുന്ന പാണ്ഡവരാണ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളും അവരെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട് ഒരുപാട്. അത് നമുക്കറിയാം അല്ലെ? ധൃതരാഷ്ട്രം, ദുര്യോധനും എല്ലാവരും കൂടി പാണ്ഡവരെ കൊല്ലാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു ഇവിടെ പറയുന്നു ഈ ശ്ലോകത്തിൽ. അതേപോലെ ദ്രൗപദി മാതയെ ഉപദ്രവിക്കുന്നു, എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തുന്നു അല്ലെ? അതേപോലെ തന്നെ അവരുടെ ധനമെല്ലാം നിങ്ങൾ തട്ടിയെടുക്കുന്നു. ധനം തട്ടിയെടുക്കുക എന്ന് പറഞ്ഞ സ്ഥലവും അവർക്ക് അർഹതപ്പെട്ടിട്ടുള്ളത് കൊടുക്കാതിരിക്കുന്നു, അത് പിടിച്ചു വെക്കുന്നു. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾ. ഇങ്ങനെയുള്ളൊരു ജീവിതമാണ് നിങ്ങളുടെ ഇപ്പോൾ. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ അവരുടെ കാരുണ്യത്തിൽ നിങ്ങൾ ജീവിക്കുന്നു. എന്തിനാണ് ഇത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, എല്ലാ ലീഡേഴ്സും, രാജാവാണെങ്കിലും ലീഡർ ആണെങ്കിലും എല്ലാവരും സമയമാവുമ്പോൾ നമ്മൾ ആ ഒരു സമയമാകുമ്പോൾ റിട്ടയർ ചെയ്യണം എന്നുള്ളത്, ആ സ്ഥാനമാനങ്ങളിൽ നിന്ന് ഇറങ്ങി അടുത്ത ജനറേഷനെ ഏൽപ്പിച്ച് ആത്മീയ പാതയിൽ പോയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളത് പറയുന്നു പ്രഭുപാദ്. ഈവൻ ഇന്നത്തെ കാലത്തെ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും, ഈവൻ പൊളിറ്റീഷ്യൻസ് ആവണമെന്നില്ല, നമ്മുടെ ആത്മീയ പാതയിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ അമ്പലത്തിലെ ടെമ്പിൾ പ്രസിഡന്റ് ആവട്ടെ, ഭക്തൃഷ ലീഡേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലീഡർമാരാവട്ടെ, ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജനറേഷന് അത് കൈമാറണം. എന്നിട്ട് റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് മാറി, കാര്യം അവസാനം വരെ മരിക്കുന്നവരെ ലീഡറായിട്ടിരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു അറ്റാച്ച്മെന്റ് ആണ് ശരിക്കും. അത് തീർച്ചയായിട്ടും ഒരു അറ്റാച്ച്മെന്റ് ആണ്. സോ അത് അത്ര നല്ലൊരു കാര്യമല്ല. മറിച്ച് നമ്മൾ ഒരു സമയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ട് വരിക, മറ്റുള്ള അടുത്ത ജനറേഷൻ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെ തന്നെ ഏൽപ്പിക്കണം. ആരെങ്കിലും ഏൽപ്പിക്കുക എന്നുള്ളതല്ല, കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെ അത് ഏൽപ്പിച്ച് മുന്നോട്ട് ബാക്കി അവരെ കൊണ്ടുപോയി, നമ്മൾ റിട്ടയർ ചെയ്ത് വീട്ടിൽ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. ഈവൻ എന്ത് കാര്യമാണെങ്കിലും, ടെമ്പിൾ പ്രസിഡന്റ് ആണെങ്കിൽ പോലും നമ്മൾ ബാക്കി ഭഗവാന്റെ സർവീസസിൽ വേറെ നമ്മുടെ സാധനങ്ങളും മറ്റുള്ള കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കൊടുത്ത മാനേജ്മെന്റിൽ നിന്ന് പുറത്തിറങ്ങി ഭഗവത് സേവനങ്ങൾ കൂടുതൽ ചെയ്യുവാനുള്ള ഒരു അവസരം നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി അങ്ങനെയെല്ലാം ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ മരിക്കുന്നവരെ കസേര വിടാതെ പിടിക്കുന്നത് നല്ല സ്വഭാവമല്ല എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നു. 25 തസ്യാപി തവ ദേഹോയം കൃപണസ്യ ജിജീവിഷോ പരയിത്യനിച്ഛതോ ജീർണോ ജരയാ വാസസി ഇവ. ഹരേ കൃഷ്ണ. തസ്യാപി തവാ ദേഹോ അയം കൃപണസ്യ ജിജീവിഷോ പരൈതി അനിച്ഛതോ ജീർണോ ജരയാ വാസസി ഇവ. വിവർത്തന ശ്രീല പ്രഭുപാദ് കി ജയ്. മരിക്കുവാൻ ആഗ്രഹിക്കാതിരിക്കുകയും കീർത്തിയും അഭിമാനവും മുതലാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താലും ഒരു പഴയ വസ്ത്രം പോലെ അങ്ങയുടെ ലുപ്ത ശരീരം തീർച്ചയായും ജീർണിക്കുകയും നശിക്കുകയും ചെയ്യും. അന്തസ്സും അഭിമാനവും പോലും വിലയായി നൽകി മരിക്കാൻ വിസമ്മതിച്ച് ആഡംബര സമന്വിതമായ ജീവിതം നയിക്കുവാൻ അങ്ങേ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെയും
അങ്ങയുടെ ലുബ്ധമായ ശരീരം നിശ്ചയമായും ക്രമേണ ദുർബലമാകുകയും മുഷിഞ്ഞ ഉടയാടകളെ പോലെ നശിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു ശ്ലോകം 25 വിതുരർ പറയുന്നു, നിങ്ങളൊരു കൃപണനെ പോലെയാണ് പെരുമാറുന്നത്. അതായത് മരിക്കാനുള്ള ആഗ്രഹമില്ല, പക്ഷേ അതായത് എന്നാൽ മറ്റുള്ളവരുടെ മരിക്കാനുള്ള ആഗ്രഹമില്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ ആ ഒരു കൃപയിൽ, മറ്റുള്ളവരുടെ ഒരു കാരുണ്യത്തിൽ നിങ്ങൾ ജീവിക്കുകയാണ്. മരണം മുന്നിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും നിങ്ങൾ ഒരു കൃപണനെ പോലെ, അതായത് കൃപണൻ എന്ന് പറയുമ്പോൾ എന്താണ്? പിശുക്കൻ എന്താണ് ചെയ്യുന്നത്? അതായത് എത്രയുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര കിട്ടിയാലും മതിയാവില്ല. പിന്നെ മാത്രമല്ല ഉള്ളത് കൈവിടാനും താല്പര്യമില്ല. ഒരുപാടുണ്ടെങ്കിലും അതിൽ 1 രൂപ മാറ്റിവെക്കണമെങ്കിൽ, ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അത് അവർക്ക് സാധിക്കില്ല. അതേപോലെയാണ് ഈ സ്ഥാനമാനങ്ങളും പൂജാലാഭ പ്രതിഷ്ഠയിലൊക്കെ ഒരുപാട് മുഴുകിയിരിക്കുന്ന ആളുകൾക്ക് അതൊന്നും വിട്ടുപോകാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അതിങ്ങനെ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നു. മരണം മുമ്പിൽ വന്നാലും അവർ വിടില്ല. അത് കൃപണരുടെ അവസ്ഥയാണ്, കൃപണരുടെ ലക്ഷണമാണ് എന്നുള്ളത് ഇതിലൂടെ നമ്മളെ മുമ്പിൽ ഇവിടെ ശ്ലോകത്തിൽ പറയുന്നു. ശീല പ്രഭുപാദ് അതിനെക്കുറിച്ച് പറയുന്നു. കൃപണനും ബ്രാഹ്മണനും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്നു. ഇപ്പൊ കൃപണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള, അതായത് ശരീരം. ഈ ശരീരം എന്തിനു തന്നിട്ടുണ്ട്, എന്താണ് ശരീരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്നും കൃപണർക്ക് അറിയില്ല. അവരെ സംബന്ധിച്ച് ഇന്ദ്രിയ സുഖങ്ങളാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. എന്നാൽ ബ്രാഹ്മണൻ അങ്ങനെയല്ല. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഭക്തരായിട്ട് നമുക്ക് കണക്കാക്കാം. ഇവിടെ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ഭക്തര്, അവർക്കറിയാം മനുഷ്യ ശരീരത്തിന്റെ ആ ഒരു പ്രാധാന്യവും മനുഷ്യ ശരീരം കൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഭൗതിക ലോകത്തിലെ ഈ ഇന്ദ്രിയ സുഖങ്ങളല്ല മനുഷ്യ ശരീരത്തിന്റെ ലക്ഷ്യം, മറിച്ച് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മറികടന്ന് ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ ഉള്ള ഉതകുന്ന, സഹായിക്കുന്നു ഈ മനുഷ്യ ശരീരം. വേണ്ട രീതിയിൽ ഈ ശരീരത്തെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് ബ്രാഹ്മണരോ ഭക്തരുടെയോ മനോഭാവം, മറ്റുള്ള കൃപണരുടെ മനോഭാവം ഇന്ദ്രിയ സുഖങ്ങളാണ് എന്നുള്ള വ്യത്യാസം ഇവിടെ സൂചിപ്പിക്കുന്നു. 26 ഗതാസ്വാർത്ഥം ഇമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാതാ ഗതിർജഹ്യാത് സവൈ ധീര ഉദാഹൃത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒന്ന് വായിക്കട്ടെ പ്രഭു. ഒരാള് ആദ്യം പറഞ്ഞ ആള് വായിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം 26. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാതഗതിർജഹ്യാത് സവൈ ധീര ഉദാഹൃത. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കീച്ച്. ഭൗതിക ശരീരം ഉപയോഗശൂന്യമായി തീരുമ്പോൾ എല്ലാവിധ ബാധ്യതകളിൽ നിന്നും സ്വതന്ത്രമായി വിജനമായൊരു അജ്ഞാത സ്ഥലത്ത് ജീവൻ പരിത്യജിക്കുന്ന ഒരുവനെ അപ്രക്ഷുബ്ധൻ അഥവാ ധീരൻ എന്ന് വിശേഷിപ്പിക്കുന്നു. കൃഷ്ണ. ധീരൻ എന്ന് പറയുമ്പോൾ ആരാണ്? കൃപണരെ പോലെയല്ല. അതായത് എല്ലാവിധ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പുറത്തു വന്ന് അവര് വിജനമായിട്ടുള്ള സ്ഥലത്ത് പോയി, വിജനമായ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തിന് സഹായിക്കുന്ന സ്ഥലങ്ങളിൽ പോകുന്നു. അങ്ങനെ അവിടെ പോയി ഈ മനുഷ്യ ശരീരം അല്ലെങ്കിൽ ഈ ഒരു ഭൗതിക ശരീരം ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ധീരര് എന്ന് പറയുന്നു. അങ്ങനെയാവണം എന്നുള്ളതാണ് ധൃതരാഷ്ട്രോട് പറയുന്നത് ഇവിടെ വിതുരർ. ശില പ്രഭുപാദി പറയുന്നു, ശില നരോത്തംദാസ് താക്കൂർ അദ്ദേഹം ഇവിടെ പറയുന്നു എന്നുള്ളത്. അതായത് ഈ ഒരു ഓ കൃഷ്ണ, ഓ ഭഗവാനെ, ഞാൻ എന്റെ ജീവിതം വെറുതെ പാഴാക്കി കളഞ്ഞു. ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ടും ഞാൻ അങ്ങയെ ആരാധിച്ചിട്ടില്ല. ഞാൻ വിഷം കഴിക്കുകയായിരുന്നു ഇത്രയും കാലം, വിഷം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം മനുഷ്യ ശരീരം കിട്ടിയിട്ടും ഞാൻ വേണ്ട രീതിയിൽ ഈ ഒരു ശരീരത്തെ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ഹരി ഹരി ബിഫലെ ജന്മഗോശായി മനുഷ്യ ജന്മപായ രാധാകൃഷ്ണ നാഭജിയ ജാനിയ ശൂനിയ വിഷഖായിനു. മനുഷ്യ ജന്മപായ രാധാകൃഷ്ണ നാഭജിയ. മനുഷ്യജന്മം കിട്ടിയിട്ടും രാധാകൃഷ്ണനെ ഞാൻ ഭജിച്ചില്ല. ജാനിയ ശൂനിയ വിഷഖായിനു. ഞാൻ
എന്താണ് ചെയ്തത്? വെറും വിഷം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതാണ് ശ്രീല പ്രഭുപാദ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. അതിലൂടെ പ്രഭുപാദ് ഒരു കാര്യം കൂടെ പറയുന്നു, മനുഷ്യ ശരീരം കിട്ടിയിട്ടുള്ളത് ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ഇതിന് വേറെ ഉദ്ദേശമോ ലക്ഷ്യമോ ലക്ഷണമോ ഒന്നുമില്ല എന്നുള്ളത്. വേറെ ഒന്നും അല്ല അതിന്റെ ഉദ്ദേശം. മനുഷ്യ ശരീരം ഭക്തി സേവനങ്ങൾ ചെയ്ത് ഭഗവത് സാക്ഷാത്കാരത്തിനുള്ളതാണ് എന്നുള്ളത് പ്രഭുപാദ് ഒന്നുകൂടെ പറയുന്നു. പിന്നീട് പ്രഭുപാദ് താഴോട്ട് പറയുന്നു, ധീരരെന്ന് പറയുമ്പോൾ ഒരു ദിവസം സമയമാവുമ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പുറത്തു വന്ന് അവര് ഈ ഒരു മാർഗം, ഭക്തി മാർഗം അല്ലെങ്കിൽ ഈ ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. എന്നാൽ ആരാണോ മനുഷ്യ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഒരു കുടുംബാംഗങ്ങളോടുള്ള ആസക്തി, വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുവാനുള്ള, എപ്പോഴും താമസിക്കുവാനും ആ ഒരു സുഖം വിട്ട് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഉള്ള ആളുകള് ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ളവര് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ആത്മസാക്ഷാത്കാരം നേടാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഭക്തര് പ്രാർത്ഥിക്കുന്നത് ഈ ഒരു നൂലാമലയിൽ നിന്ന് ഈ പറയുന്ന സ്നേഹബന്ധങ്ങളും ഭൗതിക ശരീരത്തോട് തോന്നുന്ന ബന്ധങ്ങളും ഒക്കെ കുറേയുണ്ട്, അല്ലെങ്കിൽ ശരീര സംബന്ധമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അതെല്ലാം അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ഭക്തര് പ്രാർത്ഥിക്കുന്നു. ഭക്തരുടെ ആഗ്രഹം അതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നാലാണ് ഈ ശരീര ബന്ധങ്ങളിൽ കൂടുതൽ നമ്മൾ ആ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ പിന്നെ ഭഗവത് സേവനങ്ങൾ എങ്ങനെ ചെയ്യും? ഭഗവാനോടുള്ള ആസക്തി എങ്ങനെ ഉണ്ടാവും? കാര്യം രണ്ടു കൂട്ടരോടും ഒരേപോലെ ആസക്തി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഭഗവാനോടുള്ള ആസക്തി വരുമ്പോൾ നാച്ചുറലി മറ്റുള്ള കാര്യങ്ങളൊക്കെ താഴോട്ട് പോകുന്നു. എന്നാൽ മറ്റുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ബന്ധങ്ങളും ആളുകളോടും സ്ഥാനത്തോടൊക്കെ ഉള്ള അറ്റാച്ച്മെന്റ് കൂടുതലാണെങ്കിൽ ഭഗവാനോട് നമുക്കൊരു ആസക്തി ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഭക്തർ പ്രാർത്ഥിക്കുന്നു, മമോത്തമ ശ്ലോക ജനേഷു സഖ്യം സംസാര ചക്രേ ഭ്രമത സ്വകർമ്മഭി ത്വന്മായയാത്മജതാരഗേഹേ ശാസക്ത ആസക്ത ചിത്തസ്യ നാഥ ഭൂയ. ധൃതരാഷ്ട്രൻ പ്രാർത്ഥിക്കുന്നത്, സംസാര ചക്രേ ഭ്രമത സ്വകർമ്മഭി. ഈ സംസാര ചക്രം, സംസാര സാഗരത്തിൽ ഞാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർമ്മം അനുസരിച്ച് ഇങ്ങനെ ജനിക്കുന്നു മരിക്കുന്നു. ത്വന്മായയാത്മധാര ഗേഹേഷു, അതായത് ആസക്ത ചിത്തസ്യ നാഥഭൂയ. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, ഈ സംസാര ചക്രത്തിൽ കറങ്ങുവാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ്? മായ ആത്മജ. എന്റേതും എന്റെ എന്ന് പറഞ്ഞ് എന്റെ കുട്ടികൾ, എന്റെ അച്ഛൻ, അമ്മ, ബന്ധുജനങ്ങൾ, സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള സ്നേഹബന്ധങ്ങളും ഇതെല്ലാമാണ് ആത്മജ എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം വലിയൊരു ബാധയാണ്, നമ്മുടെ മുമ്പിൽ വലിയൊരു തടസ്സമാണ്. കാര്യം അവരോടുള്ള അറ്റാച്ച്മെന്റ് കൂടിക്കഴിഞ്ഞാൽ ഭഗവാനോട് നമുക്ക് ഒരു ആസക്തി ഉണ്ടാവില്ല. എന്നാൽ അത് മുറിക്കാനാണ് വൃത്തരാഷ്ട്രം പ്രാർത്ഥിക്കുന്നത്. വൃത്തരാഷ്ട്രം പറയുന്നു, എനിക്കൊന്നും വേണ്ട, ആ ആസക്തി എനിക്ക് വേണ്ട, അതിനെ മുറിച്ചു കളയൂ, എനിക്കൊന്നും വേണ്ട. എനിക്ക് ആകെ വേണ്ടത് മമോത്തമ ശ്ലോക ജനേഷു സഖ്യം, അങ്ങയുടെ പരിശുദ്ധ ഭക്തരുമായിട്ടുള്ള സഖ്യം, അല്ലെങ്കിൽ അങ്ങയുടെ പരിശുദ്ധ ഭക്തരുടെ ആ ഒരു സംഘം ആണ് എനിക്ക് വേണ്ടത്. എന്നിട്ട് എന്താണ് സംഘത്തിൽ നിന്ന് കിട്ടുന്നത്? ഭക്തരുടെ സംഘത്തിൽ നിന്ന് കിട്ടുന്നത് ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു, ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കുന്നു, നാമം ചൊല്ലുവാൻ സാധിക്കുന്നു. അതെല്ലാമാണ് ചെയ്യുന്നത്, അല്ലെ? അതെല്ലാമാണ് ചെയ്യാൻ സാധിക്കുന്നത്. അതാണ് ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നത്. ഇതായിരിക്കണം പ്രാർത്ഥന. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. മാത്രമല്ല അവസരങ്ങൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മളെവിടെയും എത്താതെ ഇങ്ങനെ കറങ്ങി പോകുന്നതായിരിക്കും. അതാണ് പ്രശ്നം. ഓക്കെ, സമയം ഉണ്ടോ? 27 നോക്കാം. ഈ ഒരു സെക്ഷൻ 28 ശ്ലോകങ്ങളാണ് ഉള്ളത്.
യസ്വകാത് പരതോ വേഹ ജാത നിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാത് പ്രവർജേത് സ നരോത്തമ. ഹരേ കൃഷ്ണ. പ്രഭു ചൊല്ലട്ടെ. യെസ്. ഓം നമോ ഭഗവതേ വാസുദേവായ. യാ സ്വകാത് പരതോ വേഹ യാത നിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാത് പ്രവ്രജേത് സ നരോത്തമാഃ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ആരാണോ സ്വന്തം ഉണർവാലോ മറ്റുള്ളവരുടെ പ്രേരണയാലോ ഈ ഭൗതിക ജീവിതം മിഥ്യയെന്നും ക്ലേശഭരിതമെന്നും മനസ്സിലാക്കി ഭവനം ഉപേക്ഷിച്ച് സ്വന്തം അന്തരംഗത്തിൽ വസിക്കുന്ന പരമദിവ്യതമ പുരുഷനെ പൂർണ്ണമായും ആശ്രയിക്കുന്നത് അയാൾ നിശ്ചയമായും ഒരു ഉത്തമ വ്യക്തിയാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഇവിടെ പറയുന്നു നരോത്തമൻ എന്ന് പറയുമ്പോൾ ആരാണെന്നുള്ളത്. ഹരേ കൃഷ്ണ. നരോത്തമൻ എന്ന് പറയുമ്പോൾ അതായത് എല്ലാം ഉപേക്ഷിച്ച് ഭൗതികമായിട്ടുള്ള എല്ലാ അറ്റാച്ച്മെന്റും അവസാനിപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ട് ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ പോകുന്ന വ്യക്തികളാണ് നരോത്തമര്. അങ്ങനെയുള്ളവര് സ്വന്തമായിട്ട് അവർക്ക് തോന്നി ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രചോദനം കൊണ്ട് ചെയ്യുന്നു. എന്നിട്ട് അവർ ചെയ്യുന്നത് വെറുതെ ഇതെല്ലാം ഉപേക്ഷിച്ച് പോയി എന്താണ് ചെയ്യുന്നത്? പൂർണ്ണമായും ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. അതാണ് പറയുന്നത്. യസ് സ്വകാത് പരതോ വേഹ ജാത നിർവേദ ആത്മവാൻ ഹൃദി കൃത്വ ഹരിം ഗേഹാത്. ഹൃദയത്തിൽ ഹരിയുണ്ട്, ആ ഹരിയെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് പോകുന്നു. മറ്റുള്ളവരുടെ പ്രചോദനം കൊണ്ടോ അല്ലെങ്കിൽ തനിയെ തോന്നിയിട്ടോ ചെയ്യുന്നവരാണ് നരോത്തമര്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തോട് പറയുന്നത്, ഇൻഡയറക്ട്ലി ആചാര്യമാര് പറയുന്നത്, അങ്ങ് ധൃതരാഷ്ട്രോട് ശില വിശ്വനാഥ ഠാക്കൂർ പറയുന്നത്, അങ്ങ് നരോത്തമനല്ല എന്നറിയാം, കാര്യം അങ്ങേക്ക് സ്വന്തമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ചീത്ത പറയേണ്ടി വരുവാണ്. അപ്പോൾ ധീര എന്ന് പറയുന്ന കാറ്റഗറി 26-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലെ. ധീര എന്ന് പറയുന്നവര് അവര് എങ്ങനെ വിജനമായിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നു, എന്നിട്ട് ശരീരം ഉപേക്ഷിച്ച് പോകുന്നു. അവിടെ ആ ഒരു, അതായത് നരോത്തമനും ധീരനും നമ്മളൊരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ നരോത്തമരാണ് മുകളിൽ വരുന്നത്. ധീരൻ എന്ന് പറയുമ്പോൾ തൊട്ട് താഴെ. അപ്പോൾ നരോത്തമനാവാൻ സാധിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ധീരരുടെ പാത പിന്തുടരൂ എന്നുള്ളതാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദി 3 തരത്തിലുള്ള ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. 3 തരത്തിൽ അല്ലെങ്കിൽ 3 തലത്തിൽ ഉള്ള ആത്മീയ അല്ലെങ്കിൽ അതീന്ദ്രിയവാദികളുണ്ട് എന്നുള്ളത്. ആദ്യത്തെ ധീര, പിന്നെ 2 സന്യാസി, 3 ഒരു പരിശുദ്ധ ഭക്തൻ. ഇതാണ് 3 കാറ്റഗറി. ധീര എന്ന് പറയുമ്പോൾ എല്ലാ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതുകൊണ്ട് അവർക്ക് വേദനയൊന്നുമില്ലാത്ത, അതായത് അവര് ഡിസ്റ്റർബ്ഡ് അല്ല, അവര് മാറി നിൽക്കുമ്പോഴും അവരെ ബാധിക്കുന്നില്ല. എന്നാൽ 2ാമത്തെ കാറ്റഗറി സന്യാസി എന്ന് പറയുമ്പോൾ അതായത് പൂർണ്ണമായും എല്ലാം ഉപേക്ഷിച്ച് സന്യാസിമാരുടെ ഒരു ലെവൽ നമുക്കറിയാം. ഇനി 3ാമത്തെ കാറ്റഗറി എന്താണെന്ന് വെച്ചാൽ ഭക്തരെ കുറിച്ചാണ് പറയുന്നത്. അതായത് നല്ല ഭക്തര്, ആത്മാർത്ഥതയുള്ള ഭക്തര്, അവര് ഭഗവാനെ കുറിച്ച് കേട്ട്, അതായത് ശ്രവണം കീർത്തനത്തിലൂടെ ആ കൃഷ്ണാവബോധത്തെ വളർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെയുള്ളവര് പൂർണ്ണമായും ഭഗവാനെ ആശ്രയിക്കുന്നു. അങ്ങനെയുള്ളവരാണ് നരോത്തമര്, ഇവിടെ ശ്ലോകത്തിൽ പറയുന്ന നരോത്തമര്. ഓക്കെ. പിന്നീട് പ്രഭുപാദ് പറയുന്നു ഇവിടെ, നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് ഭക്തിയുത സേവനങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പരിശീലിക്കണം എന്നാണ് പറയുന്നത്. ശ്രവണം കീർത്തനം ചെയ്യണം എന്നുള്ളത്. ഭഗവാന്റെ നാമരൂപഗുണ ലീലകൾ നമ്മൾ കേൾക്കുക, ചൊല്ലുക, ഭക്തരുടെ കൂടെ ഇരുന്ന് വേണ്ട രീതിയിൽ ഇതെല്ലാം നമ്മൾ ചെയ്യണം. അതായത് നവവിധ ഭക്തി നമ്മൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് പ്രത്യേകത. അതായത് നാമം, ശ്രവണം, കീർത്തനം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ആക്ച്വലി നവവിധ ഭക്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അപ്പോൾ അത് വീട്ടിലിരുന്ന ഏത് ആശ്രമത്തിലാണെങ്കിലും നമ്മൾ അത് പരിശീലിക്കണം എന്നുള്ളതാണ് ശീല പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നത്.
നാമത്തെ പോലെ വേറെ ഒന്നുമില്ല. ഓക്കെ, 28. അതോ ദീചീം ദിശം യാതു സ്വേർ അജ്ഞാതഗതിർഭവാൻ ഇതോർവാക് പ്രയാശ കാല പുംസാം ഗുണ വികർഷണഃ. ഹരേ കൃഷ്ണ പ്രഭുജി വായിക്കട്ടെ. വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. അതോ ദീചീം ദിശം യാദോ അജ്ഞാതഗതിർഭവാൻ ഇതോർവാക് പ്രായശ കാല പുംസാം ഗുണവികർഷണാം. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുജി വിവർത്തനം. ആകയാൽ ദയവായി അങ്ങയുടെ ബന്ധുജനങ്ങളെ അറിയിക്കാതെ ഉടനടി ഉത്തര ദിശയിലേക്ക് യാത്രയായാലും, കാരണം മനുഷ്യരുടെ സദ്ഗുണങ്ങളെ ക്ഷയിപ്പിക്കുന്ന കാലം അചിരേണ ആഗതമാകും. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. അത് പറയുന്നു, വിതുരർ പറയുന്നു, അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാം ഉപേക്ഷിച്ച് പോവൂ എന്നാണ് പറയുന്നത്. കലിയുഗം നിങ്ങളെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സമീപിക്കുന്നു. കലിയുഗം വന്നു. ഇത് ദ്വാപരത്തിന്റെ അവസാനം നടക്കുന്ന കാര്യങ്ങളാണ്. കലിയുഗം മുന്നിൽ നിൽക്കുന്നു. ഇനി സമയമില്ല. അതേപോലെ ധീരനെ പോലെ പുറത്തേക്ക് പോവും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് പോകും എന്നുള്ളതാണ് പറയുന്നത്. ശീല പ്രഭുപാദ് പറയുന്നു, ഓരോ ബദ്ധാത്മാക്കളും, അതായത് ഇവിടെ പറയുന്നു, ഈ ഭൗതികമായിട്ടുള്ള ഈ സമ്പർക്കത്താൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇനി അതിന്റെ പുറത്ത് കലിയുഗം കൂടെ വരികയാണെങ്കിൽ എന്താണ് അവസ്ഥ? അതാണ് അപ്പോൾ നമ്മുടെ അവസ്ഥയാണ്, നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്ന അവസ്ഥ. എന്നാൽ കലിയുഗത്തിന് പ്രത്യേകതയുണ്ട് അല്ലെ? കലിയുഗത്തിൽ കൃഷ്ണനാമം ചൊല്ലിക്കഴിഞ്ഞാൽ മുക്തസംഗ പരംബ്രജേത്, നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും എളുപ്പത്തിൽ. മറ്റുള്ള യുഗങ്ങളെക്കാൾ എളുപ്പമാണ് കലിയുഗത്തിൽ. മാത്രമല്ല, കലിയുഗത്തിന് വേറൊരു സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ, നമ്മൾ തെറ്റുകൾ, പാപങ്ങൾ ചെയ്താൽ മാത്രമേ അതിന് ഫലമുള്ളൂ, ചിന്തിച്ചു കഴിഞ്ഞാൽ ഫലമില്ല. എന്നാൽ മറ്റുള്ള യുഗങ്ങളിൽ അങ്ങനെയല്ല. ചിന്തയിൽ തെറ്റായിട്ടുള്ള പാപങ്ങൾ വന്നാലും അതിന് കർമ്മഫലം ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അതാണ് കലിയുഗത്തിന്റെ പ്രത്യേകത. അപ്പോൾ വിതുരർ പറയുന്നു, സമയം പാഴാക്കാതെ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിക്കോളൂ എന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞ് അദ്ദേഹം നിർത്തുന്നു. ഇനി ധൃതരാഷ്ട്രവും ഗാന്ധാരിയും വിതുരരും എല്ലാവരും ഒരുമിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് അടുത്ത ആഴ്ചയിൽ, ഭഗവാൻ കൃപയുണ്ടെങ്കിൽ. ജഗദ്ഗുരു ശില പ്രഭുപാദ് की जय, समवेत गौर भक्त वृंद की जय, ग्रंथराज श्रीमद् भागवतम की जय, गौड़ीय गुरु वृंद की जय, सचिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम निताय गौर प्रेमानंदे. हरे कृष्णा. താങ്ക് യു. ഹരേ കൃഷ്ണ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ, പറയൂ. ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞോട്ടെ പ്രഭുജി? പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഇല്ല, ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് പ്രഭുജി. എന്താ വെച്ചാല്, ഇപ്പൊ പ്രഭുജി പറഞ്ഞൂടെ, നമ്മള് മുൻ ജന്മത്തില് പല മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ശരിക്കും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് പ്രഭുജി. എന്തുകൊണ്ടാ വെച്ചാല്, ഈ ജന്മത്തില് വേറെ ഒന്നുമില്ലെങ്കിലും നല്ല ഭക്തിയുള്ള ഒരു കുടുംബത്തിൽ ജനിക്കാൻ കഴിഞ്ഞു. അപ്പൊ ചെറുപ്പത്തിലെ എൻ്റെ അമ്മയും വല്യമ്മയും മുത്തശ്ശനും അമ്മൂമ്മയും ഒക്കെ ഇങ്ങനെ ഭാഗവതവും ഭഗവത്ഗീതയും നാരായണീയും രാമായണവും ഒക്കെ വായിച്ചു കേട്ടിട്ടാണ് വളർന്നേക്കണേ. പക്ഷെ ജീവിതത്തിൽ പല അനുഭവങ്ങൾ, അതായത് പല പരീക്ഷണങ്ങൾ, ഒന്നിലോ മുൻജന്മത്തിലെ എൻ്റെ കർമ്മഫലമായിരിക്കും, അതല്ലെങ്കിൽ ഭഗവാന്റെ പരീക്ഷണമായിരിക്കും എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. എന്നുവെച്ചാൽ ഒരു വർഷം ഞാന് വാദം വന്നിട്ട് കിടപ്പിലായി, നടക്കാൻ വരെ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നു. അപ്പൊ പലരും പറയും, അത്രയും ഭഗവാൻ, വീട്ടിലുള്ളവരൊക്കെ പറയും എപ്പോഴും ഭഗവാന്റെ അടുത്താണ്, പക്ഷെ നിങ്ങൾക്ക് ദുരിതം ഒഴിഞ്ഞ സമയമില്ല പറയും. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും, എന്താ നമ്മുടെ കർമ്മഫലം ആയിരിക്കണം മുൻജന്മത്തില്, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കില്ലല്ലോ. അല്ലെങ്കിൽ പല ദേവതമാരും പൂജിച്ചു നടക്കുന്നുണ്ട് പലരും അല്ലെ. പക്ഷെ കൃഷ്ണനിലേക്ക് എത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആ മുൻജന്മ സുഹൃതം തന്നെയല്ലേ പ്രഭുജി? ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കണേ.
അറിയില്ല, തെറ്റാണോ ശരിയാണോ എന്ന് അറിയില്ല. ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാമ പ്രപദ്യതേ വാസുദേവം സർവമിതി സ മഹാത്മാ സുദുർലഭ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സുദുർലഭമാണ് എന്നുള്ളത്. വാസുദേവൻ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നവര് സംശയമില്ല. അത് സുകൃതി എന്ന് പറയുമ്പോൾ അതിൽ ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള സുകൃതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സുകൃതി തീർച്ചയായിട്ടും ഉണ്ടാവും. ആ സുകൃതി പല രീതിയിലും നമ്മൾ നോക്കി കാണണം. അത് അതിൽ കൂടുതലും ഭഗവാന്റെ കൃപ തീർച്ചയായിട്ടും ഉണ്ട്, അതെപ്പോഴും ഉണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി വൈഷ്ണവരുടെ മഹാകൃപയുണ്ട്. ഒരുപാട് വൈഷ്ണവരുടെ കൃപ കൊണ്ട് ആ ക്രെഡിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഒരുപക്ഷെ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. വൈഷ്ണവരുടെ കൃപ, അവരുടെ പ്രാർത്ഥന, ഡയറക്ട്ലി ഇൻഡയറക്ട്ലി അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ക്രെഡിറ്റ്സ് എല്ലാമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പലപ്പോഴും ഇതിനു മുമ്പും നമ്മൾ പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ ചിലപ്പോൾ ഭക്തിയുത സേവനങ്ങളൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവര്, വൈഷ്ണവര് പ്രാർത്ഥിക്കുന്നു, ഭക്തർ പ്രാർത്ഥിക്കുന്നു, അവരുടെ വീട്ടിൽ പോയി നാമം ചൊല്ലുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പോയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എവിടെ ഇരുന്നിട്ടാണെങ്കിലും അവർക്ക് വേണ്ടി നാമം ചൊല്ലുന്നു, അവർക്ക് വേണ്ടി ഭാഗവതം വായിക്കുന്നു. അവർക്ക് വേണ്ടി വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സുകൃതിയൊക്കെ അവരുടെ ക്രെഡിറ്റിൽ കയറും. ഇതെല്ലാം ഭക്തിപരമായിട്ടുള്ള സുകൃതികളാണ്. അങ്ങനെയുള്ള സുകൃതികളൊക്കെ അക്കൗണ്ടിൽ കയറും അവരുടെ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ യോഗ്യതയുണ്ടവർക്ക് യോഗ്യതയില്ല കേൾക്കാൻ, പക്ഷെ വൈഷ്ണവരുടെ കൃപ കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പല അവസരങ്ങളും നമുക്കും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഇല്ലാതെ കിടക്കുന്നുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത് അതിൽ വൈഷ്ണവരുടെ മഹാകൃപ. അത് പറയാൻ അതിനപ്പുറത്തൊന്നുമില്ല. ആ കൃപ തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഭക്തരുടെ കൃപ തീർച്ചയായിട്ടും ഒരുപാട് ശക്തിയുണ്ട്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എന്നേക്കാൾ കൂടുതൽ അതുകൊണ്ട് ഭക്തരെയാണ് ആരാധിക്കേണ്ടതെന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. കാര്യം അവരുടെ റോള് നമ്മുടെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. ഈ ഗുരുജനങ്ങളുടെ, ആചാര്യന്മാരുടെ എല്ലാം റോൾ ഒരുപാടുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. എന്ത് വന്നാലും ഭഗവാന്റെ അടുത്ത് പറയും ഞാന്. കണ്ണൻ എന്നാ ഞാൻ വിളിക്കുക. കണ്ണന്റെ അടുത്ത് പറയും ഞാൻ, നീ എന്ത് വേണമെങ്കിൽ എന്നെ പരീക്ഷിച്ചോ, ഞാൻ നിന്റെ കാല് വിടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും ഇതിലേക്ക് തന്നെ എത്ര ഇതായാലും. പക്ഷെ എനിക്കത് പറ്റാണ്ടായ ഭയങ്കര സങ്കടം. അപ്പൊ കുട്ടികളൊക്കെ വരുമ്പോ ഇതിലൊന്നും ചിലപ്പോ പ്രഭാഷണം കേൾക്കാനോ അല്ലെങ്കിൽ ക്ലാസ്സുകള് കേൾക്കാനോ ഒന്നിനും പറ്റാണ്ടാവുമ്പോ ഭയങ്കര സങ്കടമാണ്. അപ്പൊ ഞാൻ കണ്ണനോട് പറയും ഇങ്ങനെ. പിന്നെ ഇതേപോലെ വേദനകളൊക്കെ വരുമ്പോ അപ്പൊ ഞാൻ പറയും, എത്ര വേണമെങ്കിൽ നീ പരീക്ഷിച്ചോ, ഞാൻ പോവില്ല എന്നും പറഞ്ഞിട്ട് പറയും കണ്ണന്റെ അടുത്ത്. ഹരേ കൃഷ്ണ. അതന്നെ, വെരി ഗുഡ്, നല്ല കാര്യം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, സന്തോഷം. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ചില ഭക്തര് പറയാറുണ്ട്, ഇപ്പൊ തന്നെ ഈ ചെയ്യുന്ന സാധനം കൊണ്ട് നേരെ ഗോലോക വൃന്ദാവനത്തിൽ ഇപ്പൊ പോവാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. ഇടയ്ക്ക് ഭാനു മഹാരാജ് പറഞ്ഞു, ഇപ്പൊ നിലവിൽ ഈ ചെയ്യുന്ന സാധനങ്ങൾ ഇതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷെ ഒരു 100 ജന്മം കഴിഞ്ഞിട്ട് ചിലപ്പോ എത്താൻ സാധിച്ചേക്കാം. അങ്ങയുടെ അഭിപ്രായം? അത് സാധന ചെയ്യുന്നതിന്റെ ഇന്റൻസിറ്റിയും ഉള്ളിലുള്ള ഭാവവും ഒക്കെ പല ആളുകളിലും ഓരോരുത്തരിലും വ്യത്യാസം ഉണ്ടാവും. നമുക്കങ്ങനെ കോമൺ ആയിട്ട് പറയാവുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാവരും 16 മാല ജപിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും എല്ലാ കാലത്ത് ഭഗവാന്റെ സേവനങ്ങൾ, ആരതി, എന്തെങ്കിലും പൂജകളും കാര്യങ്ങളും ചെയ്യുന്നു, എല്ലാവരും 1 മണിക്കൂർ ഭാഗവതം കേൾക്കുന്നു, എല്ലാവരും അരമണിക്കൂർ നമ്മൾ വായിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ 100 പേര് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെ ഉണ്ടെങ്കിലും ആ 100 പേര് ചെയ്യുന്നതിന്റെ രീതി വ്യത്യാസം ഉണ്ടാവും. അവരുടെ ഉള്ളിലുള്ള മനോഭാവം വ്യത്യാസം ഉണ്ടാവും. ആ ആത്മാർത്ഥതയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. പിന്നെ എത്രമാത്രം ഡെഡിക്കേഷനോട് കൂടിയിട്ടാണ്, എത്രമാത്രം ഭാവത്തോട് കൂടിയിട്ടാണ് അവർ ചെയ്യുന്നത്, എത്രമാത്രം പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അവർ ചെയ്യുന്നത്, എത്രമാത്രം ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, ഇതെല്ലാം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ ഇന്റൻസിറ്റിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ജന്മത്തിലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഒരിക്കലും ഇതിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ മിഥ്യാഹങ്കാരം
ഇല്ലാതെയാവണം. പിന്നെ അതേപോലെ തന്നെ അനർത്ഥങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണം. ഇതെല്ലാം ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ സംഭവിക്കുമോ ഈ ജന്മത്തിൽ? സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. അപ്പോൾ നമ്മൾ എത്രമാത്രം ഭഗവാനെ ആശ്രയിക്കുന്നു, ആ ആത്മാർത്ഥതയ്ക്കും സിൻസിയറിറ്റിക്കും തീർച്ചയായിട്ടും നമ്മുടെ എഫേർട്ടിനും പിന്നെ അതേപോലെ വിനയത്തോടു കൂടിയിട്ട് പൂർണ്ണമായും ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടുള്ള ആ ഒരു സമീപനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ സാധന ചെയ്യുന്നുണ്ടാവും, ഇതെല്ലാം ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഭാവം പ്രോപ്പർ അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ 100-ഓ 1000-ഓ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലും എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. എല്ലാം നാം നേരത്തെ പറഞ്ഞ പോലെ ഇന്റൻസിറ്റി, ആ ഒരു ആത്മാർത്ഥതയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ തീർച്ചയായിട്ടും ഭഗവാന്റെ തീരുമാനം കൂടെയുണ്ട് ഇതില്. ഭഗവാൻ തീരുമാനിക്കുന്ന പോലെ നടക്കുകയുള്ളൂ. അപ്പോൾ അതും ഒരു വലിയൊരു ഫാക്ടറാണ്. പല ഫാക്ടേഴ്സും ഉണ്ട് തന്നെ പുറകെ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമയമുണ്ടോ പ്രഭുജി? ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ, ചുരുക്കി പറഞ്ഞു. എനിക്ക് തോന്നിയത് നമ്മുടെ കുന്തി ദേവിയും ഭഗവാനെ കാലമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലും ഭഗവാനെ നമ്മള് പ്രഭുജി എന്റെ ക്ലാസ്സുകൾ ഓരോ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവിടെ 8:30 മണിയായി, ഇത്രയും മണിക്കൂർ, ഈ 1 മണിക്കൂർ സമയം ആൾക്കാർ എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ടാവും. നമ്മളിവിടെ ഇരുന്ന് ഈ ഭാഗവതം വായിക്കുന്നുണ്ടല്ലോ, അത് വളരെ സുഹൃതമാണെന്ന്. അപ്പം ഭഗവാൻ നമുക്ക് ഒരു ദിവസമുള്ള ഈ 24 മണിക്കൂറിൽ ഇത്രയും മിനിറ്റ്സും മണിക്കൂറുകളും സെക്കൻഡും ഒക്കെ നമ്മൾ ഭഗവാനെ ഓർക്കുകയോ ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ വായിക്കുകയോ ചെയ്യുന്നതിലൂടെ ഭഗവാൻ തന്നിരിക്കുന്ന ആ ഗ്രേസ് ടൈം നമ്മൾ പോസിറ്റീവായിട്ട് ഭഗവാന് വേണ്ടി തന്നെയാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ പരമ്പരാഗതമായിട്ട് നമ്മൾക്ക് ഗുരുക്കന്മാരും ഓരോരുത്തരായിട്ട് നമുക്ക് വ്യാസ മഹർഷി ഭഗവാനിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ നമുക്ക് ലാസ്റ്റ് വെച്ചിട്ട് നമുക്ക് പ്രഭുപാദരിലൂടെയാണ് നമുക്ക് ഈ അറിവുകളെല്ലാം നമുക്ക് തന്ന് നമുക്ക് നമ്മുടെ എത്തിയിരിക്കുന്നത്. ഇത്രയും കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് സെക്ഷനിലാണ് നമ്മുടെ ഭാഗത്ത് എത്തിയിരിക്കുന്നത്. അപ്പം അതിന് വളരെ വളരെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും തന്നെയാണ് നമ്മൾ. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ സമയമായി. പ്രഭുജിയുടെ ആദരപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് മൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. കൃപാ സിന്ധുപേ വിജാപതിദാനാം ഭവന്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनेक कोटि वैष्णव वृंद की हरिनाम संकीर्तन यज्ञ की हरे कृष्णा महामंत्र की श्रील प्रभुपाद की जय. श्री अनंत पद्मनाभ स्वामी की जय. हरे कृष्णा प्रभु जी. धन्यवाद. प्रणाम. राधे राधे. हरे कृष्णा.